സ്ഥാനാർത്ഥിയോടൊപ്പം നാടിന്റെ വികസനമാണ് സ്വത്ത്. എൻ്റെ കൂടെ 37ാം ഡിവിഷൻ സ്ഥാനാർത്ഥി NDA പയ്യോളി നഗരസഭ മത്സരിക്കുന്ന നിഷ. നിഷേ, എന്തൊക്കെ വിശേഷം? സുഖം. ഈ പയ്യോളി ഒരു അക്കൗണ്ട് തുറന്നത് നിഷയാണല്ലേ? BJP. അതിന്റെ വികസനം ഞങ്ങൾ കാണുകയും വളരെ ഇഷ്ടപ്പെട്ടു. 2ാമത്തെ പ്രാവശ്യമാണ് നിഷ മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഈ 5 കൊല്ലം നിഷ എന്തൊക്കെ ചെയ്തു എന്ന് പറയുക. അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത്? പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ 5 വർഷം മുമ്പ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുമ്പോൾ ആണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അതിനുശേഷം എന്നെ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് ജനങ്ങൾ എന്നെ 2 കൈകളും നീട്ടി സ്വീകരിച്ചു. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ജനങ്ങൾക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. കൂടാതെ പല പ്രശ്നങ്ങളും എന്നെ ഈ നാട്ടിലുള്ള ജനങ്ങൾ എൻ്റെ 36 എനിക്ക് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ 36ാം ഡിവിഷനിലെ ഓരോ ജനങ്ങളും ഓരോരുത്തരും അവരെ വീട്ടിലെ ഒരംഗമായി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ സ്നേഹമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ ഇലക്ഷനിൽ നിന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എൻ്റെ ദുഃഖത്തിലായിക്കോട്ടെ സന്തോഷത്തിലായിക്കോട്ടെ ഓരോ വീട്ടിലെ അംഗങ്ങളും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുമുണ്ട്. ഈ 37ാം വാർഡ് നിഷയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? 11 കഴിഞ്ഞതിനും ജയിച്ച് ഇന്നെല്ലാം നമ്മുടെ ഒരു വികസനങ്ങളെല്ലാം ഓരോന്ന് വന്ന് റോഡ് വന്ന് ഇപ്പം അങ്ങനെ വടീൻ്റെ ശരിയായി. ഇനിയിപ്പോൾ അവള് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇതുവരെയും പ്രവർത്തിച്ചിക്ക് ഇന്നും അങ്ങോട്ടോള് പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇവിടെ മൊത്ത ജനങ്ങളും കഴിഞ്ഞതിന് എല്ലാവരും കൂടി ഒത്തിട്ടാണ് ഇവിടെ ഇലക്ഷനോളം ജയിച്ച്. അതുപോലെ ഇതിനും നിൽക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഞാൻ വേറൊരു കേട്ടു, അപ്പുറത്ത് ഇവിടുത്തെ ഒരു പാലം ഓള് ചെയ്യുന്ന പറഞ്ഞിട്ട് അത് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തേക്കുള്ള പാലം കിട്ടുന്നുള്ള ഉറപ്പാ, വിശ്വാസമുണ്ട്. ഉറപ്പാ അത് ഓള് സാധിപ്പിച്ച് തന്നാൽ എന്നോട് നിൽക്കാന്നുണ്ട്, എന്നും ജയിപ്പിക്കും. ഈ 5 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ഒരു മത്സരത്തിന് ഇറങ്ങിയാണ്. ഈ നാട്ടിലെ നല്ലവരായ ഓരോരുത്തരും എന്നെ സഹോദരിയായി, ഒരു ചേച്ചിയായി, ഒരു അമ്മയായി കണ്ട് എൻ്റെ കൂടെ തന്നെ നിന്ന് എനിക്ക് നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും നൽകി എന്നെ വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഓരോ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ ഇതുവരെ നിന്നതുപോലെ കൂടെ തന്നെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നടപ്പാത, ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകേണ്ടിയിട്ടുള്ള ഒരു നടപ്പാത, അത് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കണ്ട് ഉറപ്പായും ഞാൻ അത് നേടിത്തന്നിരിക്കും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. കൂടാതെ നമ്മുടെ ഈ പ്രദേശത്ത് പുളിമൂട്ടില്ലാതെ വളരെയധികം വിഷമിക്കുന്നുണ്ടായിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയതും നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അതിനു വേണ്ടിയും ഞാൻ എന്നെക്കൊണ്ടും പറ്റുന്ന വിധത്തിൽ അതിലിടപെട്ട് അത് നേടിത്തന്നിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ്. നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടും നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എന്തെല്ലാം വിശേഷം? നല്ല തന്നെ വിശേഷം. പേര് ശാന്ത. നിങ്ങളെ ഇവിടെ ഇലക്ഷനിൽ നിശ്ചയിച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. ഉപകാരമുണ്ടോ? ഓ, എല്ലാവർക്കും ഉപകാരം ഓള് ചെയ്തിക്ക്. ആർക്കും ചെയ്യാണ്ട് നിൽക്കില്ല. കഴിഞ്ഞ വർഷം എല്ലാവർക്കും ചെയ്തു. എനിക്ക് വീട് എടുത്തു കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് സൂക്കേടുകാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു സൂക്കേടുകാരത്തേക്ക് 5000 ഉറുപ്പ്യ ഓളെ സ്വന്തം പൈസ എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് 15 കൊല്ലത്തോളായി ഒരു കെട്ടിട നമ്പർ കിട്ടാത്ത. അതെൻ്റെ മോള് നിഷ പോയിട്ട്
ചെയർമാനും കൂടെയും കൂടി പോയിട്ട് എല്ലാം റെഡിയാക്കി കൊണ്ട് തന്നി. നമ്പർ ഓല് കൊണ്ട് തന്നിക്കില്ല. ഇനിയും ചതിക്കോന്നുള്ള അറിയില്ല. മുനിസിപ്പാലിറ്റി അപ്പൊ ഈ വർഷം എന്താണ് അഭിപ്രായം? വർഷം ഓള് നിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു ഞാള്. നിന്ന് ഓളെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കിടക്കുന്നു. ഓളെ അവസ്ഥ അങ്ങനത്തതാന്ന്. പക്ഷേ ഓള് നിന്ന് ജനങ്ങള് പറഞ്ഞിട്ട് ഓള് ഇറങ്ങിയിട്ടുണ്ട്. ഓളെ ജയിപ്പിക്കണമെന്ന് എല്ലാവരോടും കാല് പിടിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു കൊല്ലം ഓളെ ജയിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ 5 വർഷത്തിനിടയിൽ കുറച്ച് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തത് പൂർത്തിയാക്കാതെ. നമ്മുടെ ഈ കൊളായി പാലത്തെ ജനങ്ങളുടെ ഏറ്റവും ആവശ്യമായ ഗുളിയൻ കുട്ടിച്ചാത്തൻ റോഡിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 58 ലക്ഷത്തോളം രൂപയുടെ പ്രൊജക്റ്റായിരുന്നു അത്. ഇത് വെറും 15 ലക്ഷം രൂപ കൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാലൻസ് നമ്മുടെ ബഹുമാനപ്പെട്ട MP P.T. ഉഷ മേഡം അതിൻ്റെ ബാലൻസും കൂടി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തരാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. കൊളായിപ്പാലം ഗുളിയൻ കുട്ടിച്ചാത്തൻ റോഡിൻ്റെ ബാലൻസും കൂടി ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. കൂടാതെ കൊളായിപ്പാലം ഡ്രൈനേജിൻ്റെ അത് കുറച്ചുകൂടി ബാലൻസ് ഉണ്ട്, അതിൻ്റെ കൂടി ഭാഗം പൂർത്തീകരിക്കേണ്ടതുണ്ട്. കുറച്ച് ഭാഗം ചെറിയാവി കോയക്കണ്ടി റോഡിൻ്റെ ആ ഭാഗവും. ഈ 3 കാര്യങ്ങൾ ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ ബാലൻസ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി എനിക്കും തുടർച്ചയായിട്ടുള്ള വികസനത്തിന് അത് ഞാൻ മുൻകൈ എടുത്ത് അതും കൂടി ചെയ്യുന്നതായിരിക്കും. എനിക്കൊരവസരം കൂടി തരികയാണെങ്കിൽ സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടി ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുള്ള സ്ഥാനാർത്ഥിയോടൊപ്പം ഞാനും ഉണ്ടാക്കും. ചുരിക ഓൺലൈൻ മീഡിയയുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ബൈ.